ഹലോ, നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്പർ സിസ്റ്റംസ് ആണ് പറയുന്നത്. നമ്പർ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന വിധത്തിൽ നമ്മൾ നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യണം അല്ലേ. ആ കൺവേർഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ സിസ്റ്റം അറിയണം. ഓക്കെ, നമ്പർ സിസ്റ്റം രണ്ട് തരത്തിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ വെയ്റ്റഡ് കോഡും സെക്കൻഡ് വൺ അൺവെയ്റ്റഡ് കോഡും. അപ്പോൾ വെയ്റ്റഡ് കോഡ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഡുകളാണ് അല്ലേ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബൈനറി ആണെങ്കിൽ 011 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈനറി നമ്പർ ഉണ്ട് അല്ലേ. ഇതിൽ ഓരോ ബിറ്റ് പാറ്റേണും 0 ആയിക്കോട്ടെ, ഇത് ഒരു 2⁻0th പൊസിഷനിലാണ്, നെക്സ്റ്റ് 2⁻1th പൊസിഷനിലുള്ള. അതായത് ഓരോ ബിറ്റും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് പൊസിഷനിലുള്ള അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെ പൊസിഷണൽ കോഡ് കൂടി പറയും. വെയ്റ്റഡ് കോഡിനെ വെയ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വെയ്റ്റഡ് കോഡിനെ പൊസിഷണൽ കോഡ് എന്ന് പറയും. അൺവെയ്റ്റഡ് കോഡിനെ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടല്ല നമ്മൾ അൺവെയ്റ്റഡ് കോഡിനെ അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോൺ പൊസിഷണൽ കോഡ് എന്ന് പറയും. ഓക്കെ, ഇനി വെയ്റ്റഡ് കോഡിന് എക്സാമ്പിൾസ് ആണ് ബൈനറി കോഡ്, ഡെസിമൽ കോഡ്, ഒക്ടൽ, ഹെക്സാഡെസിമൽ, BCD എന്ന് പറഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ. ഓക്കെ, നെക്സ്റ്റ് നോൺ പൊസിഷണൽ ആയിട്ടുള്ള കോഡുകളാണ് ഗ്രേ കോഡ്, XS3 കോഡ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രേ കോഡിനെ നമ്മൾ റിഫ്ലക്റ്റഡ് ബൈനറി കോഡ് എന്ന് പറയും. അത് നമ്മൾ ഗ്രേ കോഡിനെ സെപ്പറേറ്റ് ആയി പഠിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് ഡെസിമൽ കോഡ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിലേക്ക് വരികയാണ്. എന്താണ് ഡെസിമൽ കോഡ്? ഓക്കെ, നമ്മളൊരു നമ്പറിങ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നമ്പർ സിസ്റ്റത്തിന് റെപ്രസെൻ്റ് ചെയ്യുക അതിൻ്റെ ബേസ് വെച്ചിട്ടാണ്. ശ്രദ്ധിക്കുക, നമ്മൾ നമ്പർ സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ബൈനറി നമ്പർ സിസ്റ്റമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നോക്കാം. ബൈനറി നമ്പർ ആണെങ്കിൽ നമ്പർ ഇപ്പോൾ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈനറി നമ്പറാണ് 10. ഇത് ബൈനറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബേസ് ഒരു ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് ഇടും. ഓക്കെ, ഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് 10 ആണ്. 57 ആണെങ്കിൽ ബേസ് 10 ഇടും. ഒക്ടലാണെങ്കിൽ അതിൻ്റെ ബേസ് എന്താണ് 67 ബേസ് 8 ആണ്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ EF എന്ന് പറഞ്ഞിട്ടൊരു ഹെക്സാഡെസിമൽ വാല്യൂ ആണ്, അതിൻ്റെ ബേസ് 16 ആണ്. ഇതിൻ്റെ ബേസ് നമ്മളൊരു പാരാന്തസിസിൻ്റെ പുറത്താക്കിയിട്ടാണ് ഈ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഡെസിമൽ വാല്യൂ. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 to 9 വരെയുള്ള വാല്യൂസും നമ്പേഴ്സും അതിൻ്റെ കോമ്പിനേഷൻസുമാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം, 57 ബേസ് 8 ഇതൊരു ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഇനി ഈ 57നെ നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിന് 57 ബേസ് 10 ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി വേറൊരു കാര്യം പറഞ്ഞിടാം, 58. ഓക്കെ, ഇത് ബേസ് 8. ഇങ്ങനെ ഒരു നമ്പർ സിസ്റ്റം ഉണ്ടാവില്ല, കാരണം ഇത് ഒക്ടൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഒക്ടൽ റെപ്രസെൻറ്റേഷനിൽ 0 to 7 വരെയുള്ള വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി 58 ബേസ് 10. ഓക്കെ, ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലേ. ബേസ് 10 എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഇത് ഓക്കെയാണ്, കാരണം 0 to 9 വരെയുള്ള വാല്യൂസ് നമുക്ക് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അലോ ചെയ്യും. ഓക്കെ, ഒക്ടൽ നമ്പർ സിസ്റ്റത്തെ അത് നമ്മൾ ഒക്ടലിൽ പഠിക്കുന്ന സമയത്ത് പറയാം.
ഓക്കെ, ഇനി നമുക്ക് കൺവേർഷൻസ് ആണ്. ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ. ഒരു ഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ ഡിവിഷനാണ് ചെയ്യുക. ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവിഷൻ ബൈ 2 ആണ് ചെയ്യുക. അതായത് ബൈനറി വാല്യൂവിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ഏത് നമ്പറിംഗ് സിസ്റ്റത്തിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ആ നമ്പറിംഗ് സിസ്റ്റം ഡിവൈഡഡ് ബൈ അതിൻ്റെ ബേസാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ 55 ആണ് നമുക്ക് ഒരു 55നെ അതിൻ്റെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി 55നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 55നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് 27 അല്ലേ. അപ്പോൾ 55ൽ 27 2 വട്ടം പോവും. 54 ആണ്. അതിൻ്റെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ 1 ഇവിടെ ഇട്ട്. ഓക്കെ, ഇവിടെ ഇട്ട്. ഓക്കെ, നെക്സ്റ്റ് 27നെ വീണ്ടും ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്ന 13 ആണ്. 13. അപ്പോൾ ഡിവിഷൻ റിമൈൻഡർ പിന്നെയും വീണ്ടും 1 കിട്ടും. അങ്ങനെ 13നെ വീണ്ടും ഡിവൈഡ് ചെയ്തു, 6 കിട്ടി. അതിൻ്റെ റിമൈൻഡർ കിട്ടുന്ന 1 ആണ് അല്ലേ. ഇനി 6നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഒന്നും ഉണ്ടാവില്ല, ആൻസർ 3 കിട്ടും അല്ലേ. 3നെ വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ. അപ്പോൾ 1 ഒരു തവണ മാത്രമേ 3ൽ 2 പോവുള്ളൂ. അപ്പോൾ 1 കിട്ടി, അതിൻ്റെ റിമൈൻഡർ 1. ഇനി നമ്മൾ ഇതിൻ്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴേന്ന് മേലേക്ക് ഇങ്ങനെ എഴുതി പോവുക. താഴേന്ന് മേലേക്ക് എഴുതി പോയാൽ നമുക്ക് എന്ത് കിട്ടും? 1 അല്ലേ. താഴേന്ന് എഴുതി പോയാൽ 1 1 0 1 1 1. ഇതാണ് 55ൻ്റെ ബൈനറി വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 1 0 1 1 1 ആണ് അല്ലേ. 1 1 0 1 1 1. ഇതാണ് 55ൻ്റെ ബൈനറി വാല്യൂ. നമ്മൾ ബേസ് 2 ആക്കിയിട്ടു. അതായത് 55 ഡെസിമൽ വാല്യൂ ഈക്വൽസ് ടു 110 111. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 64 128 140 ഇത്രയും ഡെസിമൽ വാല്യൂസിൻ്റെ ബൈനറീസ് എന്ന് പറയണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരിക. ഒരു ഡെസിമൽ വാല്യൂ തരും, ഈക്വൽസ് ടു x ബേസ് 2. അപ്പോൾ ഇതിന് ഫൈൻഡ് x എന്ന് പറഞ്ഞാൽ ബൈനറി വാല്യൂ കാണാനാണ്. ഇനി ബേസ് മാറിയിട്ട് 8 എന്നാണെങ്കിൽ അവിടെ ഒക്ടൽ നമ്പർ കാണാനാവും വരിക. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷൻ മെത്തേഡ് അല്ലാതെ നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്. ഓക്കെ, നമുക്ക് ഇതൊരു വെയ്റ്റഡ് നമ്പറിംഗ് സിസ്റ്റമാണ് അല്ലേ. വെയ്റ്റഡ് നമ്പറിംഗ് സിസ്റ്റം ആവുന്ന സമയത്ത് ഓരോ വെയ്റ്റിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വാല്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വെയ്റ്റിനെ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, 2:0 2:1 2:2 3 4 5 6 7 8 9 അങ്ങനെ പോകും. 2ൻ്റെ പവേഴ്സ് ആയിട്ടാണ് നമ്മൾ നമ്പറിംഗ് സിസ്റ്റത്തിൽ എടുക്കുക. ഓക്കെ, 2:0 2:1 2:0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2:2 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2:2 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2:3 8 16 32 64 128 255 512 അങ്ങനെ 1024 അങ്ങനെ പോവും. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ട വാല്യൂ പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മായ്ക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് 64ൻ്റെ ബൈനറി വാല്യൂ നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ 64ൻ്റെ ബൈനറി വാല്യൂ നമുക്ക് എങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു പൊസിഷനിൽ 64 എവിടെ നോക്കാം? 2:6 അല്ലേ 64. അപ്പോൾ ആ പൊസിഷനിൽ 1 ഇട്ട് കൊടുക്കാം, ബാക്കിയുള്ള എല്ലാ പൊസിഷനിലും 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ 64ൻ്റെ
ബൈനറി വാല്യൂ. ഇനി 65 എങ്ങനെ കാണാം? 65 എന്ന് പറഞ്ഞാൽ 64 പ്ലസ് 1 ആണ് അല്ലേ. അതായത് 64ൻ്റെ പൊസിഷനിൽ 1 ഇട്ട് കൊടുക്കുക, പ്ലസ് 1, ഈ 1ൻ്റെ പൊസിഷനിൽ 1 ഇട്ട് കൊടുക്കുക, ബാക്കിയൊക്കെ 0 ഇട്ട് കൊടുക്കുക. ഇതാണ് 65. ഓക്കെ, ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യൻ ആണ് 92. ഓക്കെ, 92 എന്ന് പറഞ്ഞാൽ എന്താ? 64 പ്ലസ് 98 ആയിക്കോട്ടെ. 32 പ്ലസ് 2 അല്ലേ. അപ്പോൾ 64 പ്ലസ് ഇവിടെ 32 പ്ലസ് 2 അല്ലേ. 2ൻ്റെ സ്ഥാനത്ത് ബാക്കിയെല്ലാം 0 ഇട്ട് കൊടുക്കുക. ഇതാണ് 96. അങ്ങനെ നമുക്ക് ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പ്രോബ്ലംസ് ഒന്നും കൂടി ചെയ്ത് വെക്കാം. 538 അല്ലേ. 538 എന്നാൽ 512 2ൻ്റെ പവറാണ്. 2⁻9 എന്ന് പറഞ്ഞാലാണ് 512. ഓക്കെ, പ്ലസ് 16 എന്ന് പറഞ്ഞാൽ എത്ര? 825. ഓക്കെ, പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എത്ര? 635. പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്ര? 538 ആയില്ലേ. 538 ആയില്ലേ. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. 512 2ൻ്റെ പവറാണ്, 16 2ൻ്റെ പവർ 2⁻4 ആണ്, 8 2ൻ്റെ പവറാണ് 2⁻3 ആണ്, 2 2ൻ്റെ പവറാണ് 2⁻1 ആണ്. അപ്പോൾ ആ പൊസിഷനിലൊക്കെ എന്ത് ചെയ്തെടുക്കാം? 1 ആഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 2⁻8 ഉണ്ടാവും, 2⁻9 ഉണ്ടാവും. 2⁻9 ആണ് 512 അല്ലേ. 2⁻9ൻ്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്തു. 2⁻8ൻ്റെ സ്ഥാനത്തൊന്നുമില്ല, 0. 2⁻7 0. നമുക്ക് ഇനി എന്താ ആഡ് ചെയ്യല്ലേ? 16 മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ അല്ലേ. 16 2⁻4, പിന്നെ 2⁻8 ആഡ് ചെയ്യണം, 2⁻2 1 അല്ലേ. 2 ആഡ് ചെയ്യാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? 0 വെച്ച് = 538. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡെസിമൽ ടു ബൈനറി. നമ്മൾ സാധാരണ ഇപ്പോൾ 538 എന്നൊക്കെ പറഞ്ഞാൽ ഒരു നോർമൽ ഡിജിറ്റ് അല്ലേ. ഇനി ഒരു ഫ്രാക്ഷണൽ നമ്പർ വന്നാൽ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക ഫ്രാക്ഷൻ ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് 25നെ നമുക്ക് കാണാനറിയാം ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. ഓക്കെ, 25നെ കാണാനറിയാം. 25ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 11001 ആണ്. അതായത് 25 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 8 പ്ലസ് 1 ആണ് 25 അല്ലേ. നമുക്ക് ആ സ്ഥാനത്ത് 0 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 കിട്ടും. ഇനി നമുക്ക് നോക്കേണ്ടത് 0.625 ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിച്ചോ. 0.625നെ മൾട്ടിപ്ലൈ ചെയ്യാം, ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, അപ്പോൾ 0.625 ഇൻറ്റു 2 ഈക്വൽ ടു 1.250 ആണ്. സാധാരണഗതിയിൽ വരുന്നത് ഇങ്ങനെ 2 കൊണ്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. 625 ഇൻറ്റു 2 ചെയ്യുക ഈക്വൽ ടു 1.25 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ 0.250 ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ നിന്ന് ഫസ്റ്റ് 0.625നെ മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു 2 കൊണ്ട്. ഇനി
ഓരോ ഫ്രാക്ഷൻ പാർട്ടിൻ്റെയും റൈറ്റ് സൈഡിലുള്ള വാല്യൂസ് എടുത്തിട്ട് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. 0.250 ഇൻറ്റു 2 ചെയ്താൽ വീണ്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 കിട്ടും അല്ലേ? 0.25 ഇൻറ്റു 2 പറഞ്ഞാൽ 0.5 ആണ്. 0.5 എന്ന് എഴുതാം. ഓക്കെ, ഇനി വീണ്ടും ഈ 0.5 ഇൻറ്റു 2 ചെയ്യാം. 0.5 ഇൻറ്റു 2 അത് പറഞ്ഞാൽ 1 ആണ് അല്ലേ? 0.5 ഇൻറ്റു 2 പറഞ്ഞാൽ 1 ആണ്. 1.0. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ നിർത്തി വെക്കാം. ഓക്കെ, ഇനി 0 വരാതെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു 3-4 ബിറ്റ് ഉള്ള ഒരു ആൻസർ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അത് സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് ഇത് 0.256 ബൈനറി വാല്യൂ ആണ് കിട്ടുന്നുണ്ട് അല്ലേ? ഇനി നമ്മൾ അതിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പോയിന്റ് പാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് എടുക്കുക. ഇത് മേലെന്ന് താഴോട്ടേക്ക് എഴുതുക. മേലെന്ന് താഴോട്ടേക്ക് എഴുതുമ്പോൾ എന്ത് കിട്ടും? 1, ഈ 1, 0, 1 കിട്ടും. 1. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ബൈനറി വാല്യൂ. 25 എന്ന് പറഞ്ഞാൽ 11001, 0.625 എന്ന് പറഞ്ഞാൽ 101. ഇതായിരിക്കും ആൻസർ. ഓക്കെ, ഇനി ഇതേ മെത്തേഡ് വെച്ചിട്ട് നമ്മളെ കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് 23.6 ബൈനറി വാല്യൂ എന്താണ്? അതൊന്ന് കണ്ടാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്ത കാര്യം തന്നെ ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്ത് ഡെസിമൽ നമ്പറിൽ നിന്ന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ? ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഡെസിമൽ നമ്പറാണ്, അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ബൈനറിയിൽ നിന്ന് നേരെ തിരിച്ച് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനും കൂടി പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക? ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2ൻ്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ഇതൊരു ബൈനറി വാല്യൂ ആണ്, ഇതിൻ്റെ ഡെസിമലാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോ പവർ ഉണ്ട് അല്ലേ? ഇത് 2⁻0th പവറിലാണ്, 2⁻1 ഫസ്റ്റ് പവറാണ്, 2⁻2, 2⁻4. അതിൻ്റെ ബിറ്റ് വാല്യൂ ഇൻറ്റു പവർ വാല്യൂ ആണ് നമ്മൾ ചെയ്യുക. എന്നിട്ട് അത് മൊത്തത്തിൽ ഒന്ന് സം ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡെസിമൽ വാല്യൂ കിട്ടും. സിമ്പിളാണ്. നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇത് 2⁻0th പവർ, അതിൻ്റെ ബിറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? 1 ആണല്ലോ ഇവിടെ കാണുന്നത്. അതേ ഇൻറ്റു അതിൻ്റെ പൊസിഷണൽ പവർ 1 ഇൻറ്റു 2⁻0 പ്ലസ് നെക്സ്റ്റ് എന്താ 1 ഇൻറ്റു 2⁻1 കിട്ടിയാ? നെക്സ്റ്റ് 1 ഇൻറ്റു 2⁻0 2⁻2 അല്ലേ? നെക്സ്റ്റ് 1 ഇൻറ്റു 2⁻3 ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1 ഇൻറ്റു 2⁻3 എന്ന് പറഞ്ഞാൽ 8 + 4 + 2 + 1 = 15. ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് വേറെ ഒന്നുകൂടി ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 10110. അതായത് ഇത് 2⁻0th, 2⁻1, 2⁻2, 2⁻3, 2⁻4. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കോ, 0 ഇൻറ്റു 2⁻0. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് ഇത് 1 ഇൻറ്റു 2⁻1. 1 ഇൻറ്റു 2⁻1 എന്ന് പറഞ്ഞാൽ 2⁻1 അല്ലേ? 2⁻1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? നെക്സ്റ്റ് ഇത് 1 ഇൻറ്റു 2⁻2. 1 ഇൻറ്റു 2⁻2 എന്ന് പറഞ്ഞാൽ 2⁻2 എന്ന് പറഞ്ഞാൽ 4. 1 ഇൻറ്റു 4 4 തന്നെ പ്ലസ് 4. നെക്സ്റ്റ് 0 ഇൻറ്റു 2⁻3. 0 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 0 തന്നെ അല്ലേ? അപ്പോൾ 0ൻ്റെ വാല്യൂ നമ്മൾ എവിടെയും നോക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 0 അത് നമ്മൾക്ക് പരിഗണിക്കേണ്ട. നെക്സ്റ്റ് വാല്യൂ 1 ഇൻറ്റു
2^4. 2^4 ആണ് 16. 1 × 16 16 പ്ലസ് 16. അപ്പോൾ ഈ സാധനം നമ്മൾ കട്ട് ചെയ്യാം. 16 + 4 + 2 = 22 ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രാക്ഷണൽ പാർട്ടിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നോക്കാം. ഓക്കെ, ഇത് നമുക്ക് കണ്ടു. ഇത് നമ്മളെന്താ ഇത് 22 ആണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ അല്ലേ? 10001. ഓക്കെ, ഇനി ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് നമ്മൾ പോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇവിടെ കറക്റ്റായി ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ 2^0, 2^1, 2^2, 2^3, 2^4 അങ്ങനെ പോകും. ഇവിടെ ആകുമ്പോൾ 2^0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 2^-1, 2^-2, 2^-3, 2^-4 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂ പെട്ടെന്നൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. 2^-1 എന്ന് പറഞ്ഞാൽ 2^-1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, = 0.5. 2^-2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഓക്കെ, = നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മതി. 0.25. നെക്സ്റ്റ് ഇതിൻ്റെ ഹാഫ് വരും 0.125. നെക്സ്റ്റ് ഇതിൻ്റെ ഹാഫ് വരും 0.0625. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഇത് വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആൻസർ 0.6875 എന്ന് കിട്ടും. അപ്പോൾ ഫൈനൽ ആൻസർ 22. ഓക്കെ, മൊത്തത്തിൻ്റെ ആൻസർ 22.6875. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് ഒന്ന് ചെയ്ത് നോക്കണം. കഴിഞ്ഞ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, 1011.11ൻ്റെ ഡെസിമൽ വാല്യൂ എന്താ? അപ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ട് തന്നെ എന്ത് ചോദിച്ചിട്ടുണ്ട്? ഫ്രാക്ഷണൽ പാർട്ട് ഇവിടെ കണ്ടില്ലേ, ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കും ബൈനറിയിൽ നിന്ന് ഡെസിമലിലേക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രാക്ഷണൽ പാർട്ട് വെച്ചിട്ട് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്കും ബൈനറിയിലേക്ക് നിന്ന് ഡെസിമലിലേക്കും നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, സിമ്പിളാണ്. ഒന്ന് പഠിച്ചാൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്ക്. ഇത്രയേ ഉള്ളൂ നമ്മളെ ക്ലാസ്. ഇത് ഒന്ന് പഠിച്ച് ഒന്ന് ഉഷാറാക്കാം കേട്ടോ.